അങ്ങനെ 2025 കഴിഞ്ഞു. നമ്മൾ 2026 കടന്നിരിക്കുകയാണ്. അപ്പോൾ 2026 എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും പ്ലാനുകളും ഒക്കെ ആയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയാം. അപ്പം ഇതൊക്കെ സാധിക്കണമെങ്കിൽ ഞാൻ ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷൻ ബോർഡുകൾ, അതുപോലെ തന്നെ മറ്റേ ടേബിളിനടിയിൽ ഇരുന്നിട്ട് ഗ്രേപ്സ് തിന്നുന്ന പരിപാടി, അതിനെ ഗ്രേപ്സ് തിയറി, ഓരോ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോസ് അല്ല ആ ഒരു ലോകമാണ് നമ്മളിപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇതൊക്കെ പ്രാവർത്തികമാക്കണമെങ്കിൽ നല്ല പണിയെടുക്കേണ്ടി വരും. അല്ലാതെ വിഷൻ ബോർഡ് ഞാൻ ഉണ്ടാക്കി ഞാൻ ഗ്രേപ്സ് തിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നടപടി ഉണ്ടാകത്തില്ല. നല്ല പണിയെടുത്താലേ സക്സസ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാകത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഏതോ ഒരു വീഡിയോയിൽ കണ്ട പോലെ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ആക്ഷൻ ബോർഡ് ഉണ്ടാക്കുവാണെങ്കിൽ ചിലപ്പം കുറച്ചൊക്കെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ഞാനിത് പറയാൻ കാരണം 2024 ഡിസംബറിലാണ് ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്ത് ഞാൻ UK നാട്ടിലോട്ട് പോരുന്നത്. അപ്പം ഞാൻ ജോലി റിസൈൻ ചെയ്തത് അറിഞ്ഞിട്ട് ആക്ച്വലി എനിക്ക് അത്യാവശ്യം നല്ല സാലറി ഉള്ള നല്ലൊരു പോസ്റ്റിൽ ഞാനൊരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് അത്യാവശ്യം 2.5 ലക്ഷം രൂപ സാലറി മേടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് തോന്നി എൻ്റെ പ്രായം മുമ്പോട്ട് പോവുകയാണ്. ഞാനിങ്ങനെ 3 ദിവസം ഡ്യൂട്ടി ചെയ്യുന്നു, പുതപ്പിനടി കയറി കിടക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, വീണ്ടും 3 ദിവസം ഡ്യൂട്ടി ചെയ്യുന്നു, വീണ്ടും കിടന്നുറങ്ങുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. അല്ലാതെ വേറെ ഒന്നും ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യുന്നില്ല. കുറേ ഡ്യൂട്ടി ചെയ്യുക എന്നതൊഴിച്ച് മറ്റൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഐ വാസ് എ ബിഗ് സീറോ. കാരണം ഞാൻ വിചാരിച്ചു എനിക്കൊന്നും ചെയ്യാനില്ല. കാരണം ഞാൻ എന്താ പറയുക, നിങ്ങൾക്കറിയാലോ, ഒരു നോർമൽ പേഴ്സണായി പോകാനായിട്ട് ചിലപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ റെഡി ആയിരുന്നിരിക്കില്ല. അപ്പം ഞാൻ ഒരു 2024 ഡിസംബർ ആയപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് റിസൈൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം തന്നെ ഹേറ്റേഴ്സ് പറയും ചേച്ചിയുടെ പിന്നെ പോയി അതാണ് ഇതാണ്. ഡൗട്ടുള്ളവ വന്നു കഴിഞ്ഞാൽ ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കാം. എൻ്റെ പിന്നെ ഇപ്പോഴും സ്റ്റിൽ ആക്റ്റീവാണ്. ഓക്കെ, അത് അല്ല. അപ്പം ഞാൻ ഈ റിസൈൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ അറിയാവുന്ന സകല മനുഷ്യരെന്ന് വെച്ചാൽ സകല മനുഷ്യരും, നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും, എന്തിന് ഞാൻ ഒരു ദിവസം ഓട്ടോയിൽ കയറിയപ്പോൾ ആ ഓട്ടോയിലെ ചേട്ടൻ വരെ ചോദിച്ചു, എൻ്റെ പൊന്നു മോളെ നീ എന്നാത്തിനാണ് ഈ നല്ല ഒന്നാന്തര ജോലിയും കളഞ്ഞിട്ട് നാട്ടിൽ വന്ന് തെണ്ടി തിരിഞ്ഞ് നടക്കണമെന്ന്. യെസ്, ഐ ലൈക്ക് ദിസ് തെണ്ടിത്തിരിയൽ. അതാണ് മാറ്റർ. ഞാൻ അവിടുന്ന് പോന്നപ്പം എൻ്റെ മനസ്സിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു പാഷൻ ഫോളോ ചെയ്യണം, എനിക്ക് കുറേ യാത്രകൾ ചെയ്യണം, എൻ്റെ ഫാമിലിയോടെ കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പം അതിനുവേണ്ടി ഞാൻ പണിയെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർഷ്യലി ഞാൻ പണിയെടുത്തിട്ടുണ്ട്, പാർഷ്യലി ഞാൻ പണിയെടുത്തിട്ടില്ല. അതാണ് 2025 എനിക്ക് സംഭവിച്ചത്. അപ്പം ഞാൻ 2024 ഡിസംബറിൽ ഇവിടെ വന്ന് ജനുവരി തൊട്ട് ഞാൻ എൻ്റെ പാഷൻ്റെ പുറകെ തന്നെ പോയി. എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു, ദൈവം അനുഗ്രഹിച്ച്. അപ്പം നാട്ടുകാർ, ബാക്കി ബന്ധുക്കൾ എല്ലാവരും എന്നോട് ജീപ്പണ്ണിൻ്റെ പ്രാന്താണ്, അല്ലാതെ ആരെങ്കിലും ഇത്രയും നല്ല ജോലിയും കളഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുമോ? പക്ഷേങ്കിൽ ഈ വർഷം പുതുക്കും, അതായത് കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പം ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ചെയ്തതിൽ ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ്ലി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാനിപ്പോൾ ഹാപ്പിയാണ്. അവിടെ ആയിരുന്നപ്പം ഞാൻ ഡിപ്രഷന് മരുന്ന് കഴിക്കണമെന്ന് പല പ്രാവശ്യം ആലോചിച്ചുകൊണ്ടിരുന്ന ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ്. ഞാൻ എൻ്റെ പാഷൻ്റെ പുറകെ പോകുന്നുണ്ട്. എനിക്ക് എൻ്റെ ഫാമിലിയുടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ടൈം കിട്ടുന്നുണ്ട്. എൻ്റെ പാഷനിൽ നിന്ന് എനിക്ക് അത്യാവശ്യം ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ടാണ് എനിക്കിവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നത്. അങ്ങനെ ഇല്ലാത്തവർ അല്ലെങ്കിൽ അതിനൊരു വഴി കണ്ടിട്ടുള്ളവർ മാത്രം ഇതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകെ അൺലിമിറ്റഡ് ആയിട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്തെങ്കിലുമൊക്കെ വഴി ദൈവമായിട്ട് തന്നെ കാണിച്ചു തരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും 2025 ഒരു റീക്യാപ്പൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് 2025 ആക്ച്വലി എൻ്റെ കുറേ പാഠങ്ങൾ പഠിപ്പിച്ച ഒരു വർഷമാണ് 2025. 26 ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ഒരു വർഷമാണ് 2026. 25 ഞാനൊരു ഫെബ്രുവരി തൊട്ട് ഞാൻ ട്രാവലിംഗ് തുടങ്ങി. പല സ്ഥലങ്ങളിൽ ഞാൻ പോയി. ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഹോളി സാംഗ്ലയിൽ പോയി ഞാൻ ഹോളി സെലിബ്രേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ രാജസ്ഥാൻ പോയി, ഹംപി പോയി, ഗോവ തന്നെ പോയി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര വട്ടായിരുന്നു എനിക്ക്. ഗോവ ആരെങ്കിലും മനുഷ്യർ തന്നെ പോവുമോ? പക്ഷെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗോവ തന്നെ പോകേണ്ട സ്ഥലമല്ല, വൈബായിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ ഞാൻ തന്നെ പോയി, എനിക്കതിലൊരു പ്രശ്നമില്ല, ഒരു നിനക്കിടുമില്ല. അവിടെ പോയി ഞാൻ ഒറ്റമരത്തെ മൂങ്ങയിരിക്കുന്ന പോലെ ഞാൻ അവിടെ കുറേ സമയം ഇരുന്നു. ബട്ട് സ്റ്റിൽ ഐ എൻജോയ്ഡ് ഇറ്റ്.
പിന്നെ ഞാൻ എവിടെ പോയത്, നാഗാലാൻഡ് പോയി. ഹോൺബിൽ ഫെസ്റ്റിവൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രൈബൽസ് ഒത്തുകൂടുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഹോൺബിൽ ഫെസ്റ്റിവൽ ഞാൻ എൻജോയ് ചെയ്തു. ഞാൻ ഒരു പുതിയ കോഴ്സ് പഠിക്കാനായിട്ട് ചേർന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്ത ഒരു വർഷമാണ് 2025. പക്ഷെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാത്ത ഒരു വർഷം കൂടിയാണ് 2025. ഞാൻ ഈ യാത്ര പോയതിൻ്റെ എല്ലാം വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇപ്പോഴും എൻ്റെ ക്യാമറയിൽ തന്നെ ഇരിക്കുകയാണ്. അതിൽ ഒരു ഭൂരിഭാഗം വീഡിയോകളും ഞാൻ ഇപ്പോഴും എഡിറ്റ് ചെയ്ത് എനിക്ക് നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എൻജോയ് ചെയ്തു. അത് നിങ്ങളിലോട്ട് എത്തിക്കുമായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ സക്സസ് ആയിരുന്നു എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നുമുണ്ട്. കാരണം ആ ഒരു എന്താ പറയുക, വീഡിയോസൊക്കെ ആ ഒരു മൂമെൻറ്റിൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തതാണ്. അപ്പം അത് പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്ത് നിങ്ങളിലോട്ട് എത്തുവാണെങ്കിൽ നിങ്ങളും എൻജോയ് ചെയ്യും, എനിക്ക് പുത്തനും ഉണ്ടാക്കാം. പക്ഷെ ഞാൻ അത് ചെയ്തില്ല. അപ്പം അത് ഈ വർഷം മാറണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ രണ്ടാമതായിട്ട് ഈ വർഷത്തെ എൻ്റെ ഒരു പ്ലാനിങ് എന്നൊക്കെ പറയുന്നത്, അതിന് മുമ്പ് 2025 ഞാൻ പഠിച്ച പാഠങ്ങൾ. അപ്പം അതുപോലെ തന്നെ എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യമാണ്, പൈസ നമുക്ക് വേണം. പൈസ ഇല്ലാതെ ഒരു കാര്യങ്ങളും മക്കളെ നടക്കുകയില്ല. പൈസ ഇമ്പോർട്ടൻ്റ് അല്ല. പൈസ ഇല്ലെങ്കിലും നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങൾ നേടാൻ പറ്റും. ഇതൊക്കെ ചുമ്മാ പറയണതാ. നല്ല കാശ് കയ്യിലുണ്ട്, നല്ല റെസ്പെക്റ്റും കിട്ടും, നല്ലതായിട്ട് ജീവിതം അടിച്ചു പൊളിക്കുകയും ചെയ്യാം. അപ്പം 2026 ആരെങ്കിലുമൊക്കെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നന്നായിട്ട് പണിയെടുക്കുക, നന്നായിട്ട് കാശുണ്ടാക്കുക. അപ്പം ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധയോടെ വെക്കുക. നമുക്ക് പൈസയുണ്ട്, നമ്മൾ വെൽ ഡ്രസ്ഡ് ആണ്, നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ആ റെസ്പെക്റ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പൈസയല്ല, എനിക്ക് ബാക്കിയെല്ലാം ഉണ്ട്, എനിക്ക് പൈസയൊന്നും മാറ്ററല്ല, ആ ഒരു സംഭവത്തിൽ ഒരിക്കലും ഒരാളുടെ കയ്യിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്ന് റെസ്പെക്റ്റ് കിട്ടത്തില്ല. സോ എപ്പോഴും നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിൽ ഒന്ന് ആലോചിച്ച് വെച്ചോളുക. കാശ് ഉണ്ടാക്കാൻ പഠിക്കുക. അറിയത്തില്ലെങ്കിൽ പുതിയ എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ പഠിച്ച് നമുക്ക് ലൈഫിൽ സക്സസ് ആകണം എന്നുള്ള ഒരു കാര്യത്തിൽ തീരുമാനമാക്കുക. പിന്നെ പൈസ ഉണ്ടെങ്കിൽ മാത്രമാണ് യഥാർത്ഥ ബന്ധുക്കളാരാ കൂട്ടുകാരാരാ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ തെളിയിക്കാൻ പറ്റത്തുള്ളൂ. പൈസ ഇല്ലാതെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ കുറേ പാഠങ്ങൾ പഠിച്ച ഒരു വർഷമാണ് 2025. ഇനി 2026 കുറിച്ച് പറയുവാണെങ്കിൽ, ഞാൻ 2026 ആകെ ചെയ്തേക്കുന്ന ഒരൊറ്റ പ്രോമിസേ ഉള്ളൂ. ഞാൻ എന്നോട് തന്നെ ഫെയ്ത്ത്ഫുൾ ആയിരിക്കുക. ഞാൻ എന്നോട് തന്നെ ട്രസ്റ്റി ആയിട്ട് ബിഹേവ് ചെയ്യുക. ഞാൻ എനിക്ക് കൊടുത്ത കുറേ പ്രോമിസുകളുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, അങ്ങനെ കുറേ പ്രോമിസുകളുണ്ട്. പക്ഷെ ആ പ്രോമിസൊക്കെ ഞാൻ പലപ്പോഴും പല ആളുകൾക്ക് പല സാഹചര്യത്തിൽ എനിക്ക് മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഞാൻ എന്നോട് പറഞ്ഞ പ്രോമിസുകളല്ലേ, അത് മാറ്റി വെച്ചാൽ വേറെ ആരും അറിയുന്നില്ലല്ലോ. പക്ഷേ 2026 ഞാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്, എന്ത് വന്നാലും ഞാൻ എനിക്ക് കൊടുത്തിരിക്കുന്ന പ്രോമിസുകൾ ഞാൻ മാറ്റത്തില്ല. അത് നമ്മളെല്ലാവരും പറ്റുവാണെങ്കിൽ ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ ആദ്യം നമ്മൾ സത്യസന്ധമായിട്ടിരിക്കേണ്ടത് ആരോടാ? നമ്മളോട് തന്നെയാണ്. ഇപ്പം പലരും പല പ്രോമിസുകളും വെച്ചിട്ടുണ്ടായിരിക്കും. ഡയറ്റിങ് എടുക്കണം, അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആരോടെങ്കിലും പല കാര്യങ്ങളുണ്ടായിരിക്കും ആളുകൾക്ക്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളോട് തന്നെ ആ പ്രോമിസുകൾ പാലിക്കാനായിട്ട് ശ്രമിക്കുക. അത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ. അത് ചെയ്താൽ തന്നെ നമ്മൾ ലൈഫിൽ സക്സസ് ആണെന്നാണ് എനിക്ക് 2025 നിന്ന് പഠിച്ച ഒരു പാഠം എന്ന് പറയുന്നത്. അപ്പോൾ 2026 നമുക്ക് അത് ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം കേട്ടോ. പിന്നെ പല പല സാഹചര്യത്തിലും പല സമ്മർദ്ദങ്ങളും ഈ 2026 സ്മൂത്തായിട്ട് പോകുന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഉറപ്പായിട്ടും ശോകം വർഷമായിരിക്കും. ശോകം ഇൻ ദ സെൻസ് നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടേണ്ട ഒരു വർഷമായിരിക്കും. കാരണം ഞാൻ എവിടെ വായിച്ചു, മറ്റേ ബാബാ വാങ്കടിയില്ലേ, പുള്ളിക്കാരി പറഞ്ഞ് ഏറ്റവും ദുരിതം പിടിച്ച വർഷമായിരിക്കും 2026 എന്ന് പറഞ്ഞത്. പുള്ളിക്കാരി എന്തെങ്കിലും പറയട്ടെ, പക്ഷെങ്കിൽ നമ്മൾ ഈ 2026 ഒരുപാട് പ്രതീക്ഷകൾ വെക്കണം, ഒരുപാട് പ്ലാനിങ്സ് വെക്കണം, അതിനു വേണ്ടി ഒത്തിരി പണിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ 2027 നമുക്ക് വളരെ പ്രൗഡായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ 26 കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. സോ 2026 എല്ലാവർക്കും ഒരു അടിപൊളി വർഷമായിരിക്കട്ടെ. ഞാൻ പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കുക, മറക്കരുത്, നമ്മളോട് ചെയ്യുന്ന പ്രോമിസുകൾ ഒരിക്കലും മാറ്റരുത്, ആർക്കു വേണ്ടി ഏതൊരു സാഹചര്യത്തിലും. അപ്പം മറ്റൊരു വീഡിയോ കാണാം. ബൈ, സ്റ്റേ ബ്ലെസ്ഡ്.